എല്ലാവരും ഓണക്കൃഷിയൊക്കെ തുടങ്ങിയിട്ട് എവിടം വരെയായി? നമ്മളിവിടെ ചിലതൊക്കെ നട്ടുപിടിപ്പിക്കുന്നതും പാകി വെക്കുന്നതും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ എവിടം വരെയായി എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് നട്ട് വളർത്തി തുടങ്ങിയ സാധനങ്ങൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ കുറ്റിയമരയാണേ. അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കൊത്തമരയെല്ലാം ഇതും കായ്ച്ചിട്ടുണ്ട്, ഇതും കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കൂടാതെ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ വേറൊരു കൊത്തമര. ഇത് ഞാൻ അതിന്റെ നാമ്പ് മുറിക്കാഞ്ഞത് കൊണ്ട് കണ്ടോ, ഇവനിങ്ങനെ മേളിലോട്ട് വള്ളിയായി പോയി. പക്ഷെ വള്ളി നോക്ക്, നിങ്ങൾ കണ്ടോ, ഓരോ മുട്ടിലും നിറയെ കായ്കളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കണം. അതുകൂടാതെ നമുക്ക് അവിടെ നിൽക്കുന്നതും കൂടെ പറിച്ചെടുക്കണം. അപ്പൊ ഞാൻ പറിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പൊ ദേ ഇതുപോലെ നമ്മൾ ഓരോന്നും പറ്റുമെങ്കിൽ അത് കത്രിക കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. ഈ കുറ്റിയമരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഇതിന്റെ കായ്കൾ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ബീൻസ് തോരൻ അരിയുന്നത് പോലെ അരിയണം. എന്നിട്ട് ഇച്ചിരി പച്ചമുളകും സവാളയും അതുപോലെ ഒരു ശകലം തേങ്ങായും കൂടി ഇട്ട് തോരൻ വെച്ചാൽ ഒരു കൃത്രിമ സാധനവും അതിനകത്ത് ചേർക്കണ്ട. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു സാധനം മാത്രം മതി നമുക്ക് ആവശ്യത്തിന് ചോറുണ്ണാൻ. അപ്പം ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കുക. ഓരോ മുട്ടിലും ഉണ്ട്. ഞാൻ ഇപ്പം 5-6 എണ്ണം ഇവിടുന്ന് പറിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു വള്ളി ഇതിലേക്കൂടെയും പടരുന്നുണ്ട്. എല്ലായിടത്തും നിറയെ കായ്കൾ കാണും. അവിടെ ഇവിടെ എല്ലാം കണ്ടോ, ആ പൂ നിൽക്കുന്നത് കളയരുത്. ആ പൂവാണ് ഇനി അടുത്ത സെറ്റ് കായായി മാറേണ്ടത്. വിളവെടുക്കാനും വലിയ പ്രയാസമില്ല കേട്ടോ. വലിച്ചു പറിച്ചാൽ ബാക്കി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ തിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇതേലിങ്ങനെ കൊലകൾ വരുമ്പോഴേ പൂങ്കൊലകളായിട്ടാണ് വരുന്നത്. നിറയെ കായും പിടിക്കും. അപ്പം കാ പിടിക്കാതെ ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതെന്ന് പറയുന്ന ഒരു പ്രധാന വണ്ടിൻ്റെ ശല്യം കൊണ്ടാണ്. അപ്പം അതില്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതറിയാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണേ. ബാ, ഇതേലെ കണ്ടോ, ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ കൊലയായിട്ട് തന്നെ മുറിച്ചെടുക്കാം കണ്ടോ, അല്ലെങ്കിൽ ഓരോന്ന് വീതം അടത്തിയെടുക്കാം. നമ്മളിത് ഇതൊക്കെ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും കൊലകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്നത് അത്രയ്ക്ക് നല്ലത്. ഇത് കണ്ടോ, ഇതെല്ലാം പൂക്കളായിട്ട് മാറാനുള്ളതാണ്. അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പിഴുതെടുത്തോണം. ഒന്ന് തിരിച്ചാൽ മതി, പെട്ടെന്ന് മുറിഞ്ഞു വരും. അപ്പം ഞാൻ ഇതേലെ ഈ ചെടിയിലേയും ഇത്രയേ ഉള്ളൂ എനിക്കിവിടെ കുറ്റിയമര. നമുക്കിവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതും നമ്മൾ ഒരു വീട്ടുകാർക്ക് അല്ലെങ്കിൽ 1-2 പേർക്കും കൂടെ കൊടുക്കാനുള്ളതുമായ പച്ചക്കറികളാണ് നമ്മൾ കൂടുതൽ വളർത്തുന്നത്. ഓരോന്നായിട്ട് പറിച്ചെടുക്കുവാണേ കണ്ടോ. ഇതുപോലെ ഇതിനുണ്ടല്ലോ, നമ്മൾ സാധാരണ വള്ളിപ്പയർ നട്ട് വളർത്തുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് ആർക്കെങ്കിലും വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇടണം. നമ്മൾ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തുകൾ അയച്ചു തരാം. ഇതിൻ്റെ മാത്രമല്ല, ഏകദേശം എല്ലാ ഇനം പച്ചക്കറികളുടെയും വിത്തുകൾ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതിയേ. അപ്പം ഞാനിത് മുഴുവനും പറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും നമുക്ക് കുറ്റിയമര കിട്ടി. നല്ല സുഖമായിട്ട് 2 തോരൻ വെക്കാനുള്ള കുറ്റിയമരയുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് തോരൻ വെക്കാനായിട്ട് ഇച്ചിരി പച്ചമുളക് വേണമല്ലോ. അപ്പം നമുക്ക് പച്ചമുളകും കൂടെ പറിച്ചുകൊണ്ട് വരാം. ഇത് കണ്ടോ, ഈ പച്ചമുളക് ചെടിയേന്ന് ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കൊരു വേണ്ടത്ര പഴുത്തത് ആദ്യം ഞാൻ പറിക്കാം കേട്ടോ. ഈ വിളവ് നന്നായി വിളഞ്ഞ സാധനം, വിളഞ്ഞ പച്ചമുളക് ഈ ചെടിയിൽ നിന്നാലേ, അത് പച്ചമുളകെന്ന് മാത്രമല്ല എന്ത് പച്ചക്കറി ആയാലും വിളഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നതിൻ്റെ അളവ് കുറയും. അത് പറിച്ച് മാറ്റിയതിന് ശേഷമാണ് അവർ കൂടുതലുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ പഴുത്തത് നന്നായി വിളഞ്ഞതാണ് ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ആദ്യം പറിച്ചെടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സാധാരണ പച്ചമുളകാണ്. നമ്മൾ പച്ചക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന സാധാരണ പച്ചമുളകില്ലേ, അതാണിത് കേട്ടോ. അത്യാവശ്യം എരിവുണ്ടെന്നാൽ വലിയ എരിവൊന്നുമില്ല, കാന്താരി പോലത്തെ എരിവൊന്നുമില്ല. ഇതേലും കുറച്ചെണ്ണം പഴുത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം വേണ്ടുന്നത് മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ നേരവും കളയണ്ട. നിങ്ങൾ പച്ചമുളകൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ളവരൊക്കെ നട്ടുപിടിപ്പിച്ചോണം. ഇപ്പം ചെറിയ മഴയൊക്കെ കിട്ടുന്ന കാരണം നമ്മൾ എന്നും വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിൻ്റെ പുറകെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം സാധാരണ വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവരാണ്, പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളവരാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കലിൻ്റെ സമയം ഇപ്പം നമുക്ക് ലാഭം. അതേസമയം നല്ല ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ 2 നേരവും നമ്മൾ പച്ചക്കറികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പം നമ്മളൊരു 5-6 പച്ചമുളക് നമ്മുടെ തോരൻ വെക്കാനുള്ളത് മാത്രം പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പയർ തോരൻ വെക്കാനായിട്ട് ശകലം കറിവേപ്പില വേണ്ടേ. അപ്പം ഞാൻ ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഒടിച്ചെടുക്കുവാണേ. ഇങ്ങനെ ഒടിച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ. ഒടിച്ചെടുത്തുനിന്ന് വേറെ വീണ്ടും ശകലം വരും. അപ്പം ഇത് നമ്മുടെ പെയിൻറ്റ് ബക്കറ്റിനകത്ത് നിൽക്കുന്ന ഒരു ചെറിയ കറിവേപ്പാണ്.
കണ്ടോ നന്നായിട്ട് ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഇനം കറിവേപ്പ കേട്ടോ, ചെറിയ ചെറിയ ഇലകളാണ്. ഇങ്ങനെയുള്ള കറിവേപ്പിനാണ് നല്ല മണം, നല്ല മണം. ഇതെന്നാന്ന് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പം കൃഷിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം. ഇത് പടവലത്തിൻ്റെ തൈകളാണേ. നമ്മളിവിടെ കൊടുക്കുന്ന പടവലത്തിൻ്റെ വിത്ത് കുതിർത്തിട്ടേ ഇല്ലായിരുന്നു, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു തന്നതാണ്. വെറുതെ ഇതിനകത്ത് ഇതേ ഒരു 5 തൈ കിളുത്തിട്ടുണ്ട് കേട്ടോ. 4-5 വിത്തുകൾ ഞാൻ ഇതിനകത്ത് പാകിയിട്ടുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും ചീഞ്ഞു പോവുകയോ കിളുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തെങ്കിലോ എന്നോർത്ത് ദേ എല്ലാം തന്നെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ദേ ഈ പാത്രത്തിനകത്ത് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു പാത്രത്തിനകത്തെ ചെടിയെ ഞാൻ അങ്ങോട്ട് മാറ്റി നടാൻ പോവുകയാണേ. അപ്പോൾ നമ്മളിവിടെ ദേ മണ്ണ് നിറച്ച് നേരത്തെ ഒരു കൃഷി ചെയ്തിരുന്നതാണ്. അതിനകത്ത് നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന മണ്ണാണേ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു കുഴി, നല്ലോണം ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. ഇളക്കമുള്ള മണ്ണിനകത്താണ് ശരിക്കും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ നല്ലൊരു കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് ഇത് നടാൻ പോവാണേ. നമ്മൾ നടാൻ സമയത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ് നമുക്ക് ഇളക്കിയെടുക്കാൻ ഒന്നുകൂടി എളുപ്പം കേട്ടോ. അപ്പം ഇതിനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കുനിച്ചെടുക്കുവാണേ. ഇതിൻ്റെ പുറകെ കൂടെ ഒക്കെ തന്നെ ഇത് കണ്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ടേ. നല്ല ഇളക്കമുള്ള മണ്ണാണ്, അതുകൊണ്ടാണ് അങ്ങനെ മണ്ണ് പൊടിഞ്ഞു വന്ന്. കുറച്ച് മണ്ണ് നമ്മളിതിൻ്റെ ചോട്ടിലോട്ടൊന്ന് ഇങ്ങനെ കൂട്ടി കൊടുക്കണം കേട്ടോ. ആ കുഴപ്പമില്ല, ഇതിനകത്ത് ഇത് വലിയ പാത്രമല്ലേ, അതുകൊണ്ട് കുറച്ച് ഇതിനകത്ത് വേണമെങ്കിൽ ഇതേപോലെ ഒരു ചോടും കൂടെ വെച്ച് കൊടുക്കാനുള്ള അത്ര സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ എനിക്കിവിടെ ഒരു പൂച്ചക്കുട്ടനുണ്ട്. അവനുള്ളതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ചെറിയ ചെറിയ ശല്യമുണ്ട്. ഇതുപോലെ മണ്ണളായി കിടക്കുന്ന കണ്ടാൽ അവൻ അതെല്ലാം തോണ്ടി നിരത്തും. അപ്പം തോണ്ടുമ്പം മണ്ണ് തോണ്ടല്ല അവൻ ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ നമ്മൾ ഈ നട്ടുപിടിപ്പിക്കുന്ന ചെറിയ തൈകൾ തന്നെത്താനെ മുളച്ചു വരുന്ന ചീര പോലുള്ളതില്ലേ, അതെല്ലാം തെറിച്ചു പോകും. അപ്പോൾ അവൻ്റെ ശല്യം വരാതിരിക്കാൻ വേണ്ടി, അല്ലെ ആ ശല്യം നമ്മുടെ ചെടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇതൊരു പണിയൊക്കെ നടക്കുമ്പം ആവശ്യമില്ലാതെ മുറിച്ച് കളയുന്ന ചെറിയ PVC പൈപ്പാണേ. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ അകത്തോട്ട് വെച്ചു. പിന്നെ ഇതിനകത്ത് ചെറിയ തോതിൽ ഒച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒച്ചിൻ്റെ ശല്യം മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, കാണിച്ചു തരാവേ. ഇത് നമ്മുടെ കുമ്മായമാണേ, നമ്മുടെ സാധാരണ കുമ്മായമാണ്. അപ്പം എന്തേ ഈ ചെടിയുടെ ചോട്ടിലൊന്നും മുട്ടരുത് കേട്ടോ. കുറച്ചിങ്ങനെ മാറ്റിയിട്ട് ഈ കുമ്മായം ഇടുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ക്രോസ് ചെയ്ത് ഒച്ചു വരത്തില്ല കേട്ടോ. ഒച്ച് ഇതിൻ്റെ ദേഹത്ത് ഈ കുമ്മായം മുട്ടിക്കഴിഞ്ഞാൽ ഒച്ചിങ്ങനെ അലുത്ത പോലെയായിട്ട് നശിച്ചു പോകും. പടവലം തൈ നട്ട് കഴിഞ്ഞ് കേട്ടോ. കണ്ടോ ഇതുണ്ടോ, ഇതുപോലെ ഉണ്ടായി കിടക്കുന്ന കുറച്ച് പയറുണ്ടേ. അപ്പം നമുക്ക് ആ പയറൊന്ന് പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ അത് ഇങ്ങനെ ഉണ്ടായി കിടക്കുക കണ്ടോ. ഇതേപോലെ കണ്ടോ, ഇഷ്ടംപോലെ എണ്ണമുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ നട്ടുപിടിപ്പിച്ച പയറാണേ. അപ്പുറത്തെ സൈഡിലോട്ടാണ് വെളിച്ചം അവിടെ കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അവന്മാർ അങ്ങോട്ടാണ് ഉണ്ടായിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പയറൊന്ന് വിളവെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും പയറ് പറിച്ചിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നീളം വരുന്ന പയറുകളാണ്. ഇതേപോലെ നീളം വരുന്ന ഈ പയറുകളുടെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ തരുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇത് പച്ച മാത്രമല്ല, കടും പച്ച നിറത്തിലുള്ളതും വയലറ്റ് നിറത്തിലുള്ളതുമായ പയറുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പം വിളവെടുക്കാറായില്ലേ. ഇപ്പം ഞാനിത് വിളവെടുത്ത് തീർത്തത് ശരിക്കും പറഞ്ഞാൽ കൃഷി ഓഫീസിൽ നിന്ന് അവർ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറിക്കാതെ ഇട്ടിരുന്നത്. അപ്പം ഞാനിപ്പോൾ പറിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് നട്ടുപിടിപ്പിച്ച പയറില്ലേ, ഇതുമൊക്കെ ആ സെറ്റിലുള്ളതാണ്. ഇതൊക്കെ വളർന്ന് കായ്ക്കാറായിട്ടുണ്ട്. കായ്ച്ച് തുടങ്ങിയ പയറും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അതുള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ വിളവെടുക്കാനായിട്ട് കാരണം. ഈ പയറും ഇതുണ്ടോ, ഇത് നിറയെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നിറച്ച് നല്ല പൂക്കളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതേപോലെ ദേ ഈ വശത്ത് പയറുണ്ടോ, ഇത് വയലറ്റാണേ. കണ്ടോ, ചെറിയ മുടി പോലെ നാര് പോലെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്ന കണ്ടോ, ഇതുണ്ടോ. അതെല്ലാം കൊലകളായിട്ട് കണ്ടോ ഇതേപോലെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആര് വന്നാലും ഇപ്പം നമ്മളിത് പറിച്ചെടുത്തെന്ന് പറഞ്ഞാലും അടുത്ത സെറ്റ് ഉണ്ടാകാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം അത് തീർത്ത് പറിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് നിറയെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പയറിപ്പം നിങ്ങൾക്കറിയാം, ഇതങ്ങോട്ട് വള്ളി കയറി മോളിൽ ചെന്നതുള്ളൂ. മൊട്ടുകൾ നിൽക്കുന്നുണ്ടോ, ഇഷ്ടംപോലെ പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ട്. ഇത് പച്ചയാണ്, ഇത് വയലറ്റാണ്. ഇങ്ങനെ ഉണ്ടാകാനായിട്ടേ നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കുകളാണ് ഇതൊക്കെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നാലും എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തന്നിരുന്ന വെണ്ടയാണേ. വെണ്ടയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓണത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി നട്ടതാണ്. അധികം ഒന്നും ഇല്ല പറിച്ചെടുക്കാൻ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ, തീരെ ഇല്ലാതെ പോയെങ്കിലോ ഇവർ വളർന്ന് നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ പഴയ ചോട് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേലും 1ഉം 2ഉം ഒക്കെ വെച്ചിട്ട് ഉണ്ടാകുന്നുണ്ടേ. ഇവിടെ എവിടെയോ വെണ്ടയ്ക്ക നിൽക്കുന്നത് കണ്ടു, ഇത് കണ്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു സാമ്പാറിനകത്ത് ഇടാനുള്ളതൊക്കെ
ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കൃഷി ചെയ്യാൻ ആരും മടി പിടിച്ചിരിക്കരുത്. ഒന്നും രണ്ടും വെച്ചാണെങ്കിലും വളർത്തി തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, പടവലമുണ്ട്, പീച്ചിലുണ്ടായി കിടക്കുന്നുണ്ടോ, പീച്ചിലുണ്ട്. പിന്നെ ദേ ഈ പയറിൻ്റെ വള്ളിയിലും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേത് പയറെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷം മുഴുവനും നിന്നൊന്നും വിള തരുന്നതല്ല. ഒരു 2-3 വിളവെടുപ്പ് കഴിയുമ്പോൾ പിന്നെ അത് ഇല്ലാതെ പോകും. അപ്പോൾ ആ ഉടനെ തന്നെ നമ്മൾ ഒരു പയറ് നട്ട് വള്ളി വീശി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അടുത്ത സെറ്റ് നട്ട് തുടങ്ങണം. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പയർ ഇവിടുന്ന് വിളവെടുക്കാനായിട്ട് കിട്ടും. ഇത് നമ്മൾ ഓണത്തിനെ ഉദ്ദേശിച്ച് നട്ടിരിക്കുന്ന തക്കാളിയാണ്. പച്ചക്കറികളൊന്നും നമ്മൾ നട്ടു വളർത്തിയാൽ ഞാൻ ഓണത്തിന് പറിക്കും എന്നൊന്നും നമുക്ക് കട്ടായം പറയാൻ പറ്റിയില്ല. ഉണ്ടായി കിട്ടിയ വലിയ കാര്യം. ഇതൊക്കെ പൂ കുത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ 2 തക്കാളിയിലും പൂവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ചോട്ടിലോട്ട് മണ്ണടിപ്പിച്ച് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ നേരം കളയുന്നില്ല. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ ചോട്ടിലേക്ക് ഇച്ചിരി വളം ഇട്ടിട്ട് മണ്ണടിപ്പിച്ച് കൊടുത്ത് വേറെ മണ്ണ് അപ്പുറത്തെ സ്ഥലം, ഇപ്പം നമ്മൾ കൂട്ടിയെടുത്തെടുത്തോട്ട് മണ്ണ് വേണ്ടേ, ഇത് പാത്രത്തിലായതുകൊണ്ടാണ്. മണ്ണിലാണെങ്കിൽ കൂട്ടി കൊടുത്താൽ മതി. വീണ്ടും വട്ടം വെച്ചെടുക്കാനായിട്ട് നമുക്ക് സ്ഥലവും മണ്ണും ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഉള്ള മണ്ണ് വെച്ചിട്ടുള്ള പരിപാടിയല്ലേ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒരു വീട്ടമ്മമാർക്ക് ചെയ്യുമ്പം എപ്പോഴും ഇതേപോലെയാണ് കൊടുക്കുന്നെങ്കിൽ ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ചെയ്യുന്ന കൃഷിക്ക് മണ്ണിൽ ചെയ്യുന്ന കൃഷിയേക്കാൾ കുറച്ചൊക്കെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്നാൽ ചില കുറവുകളുമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇനി അങ്ങനെയല്ല, ഗ്രോ ബാഗിലെ കൃഷിക്ക് എന്തൊക്കെയാണ് മണ്ണിൽ ചെയ്യുന്ന കൃഷിയേക്കാളും നേട്ടങ്ങൾ അല്ലെങ്കിൽ മേന്മകൾ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് ഇട്ടോ, നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇത് നമ്മുടെ കൂർക്ക നട്ടിരിക്കുന്നതാണേ. കണ്ടോ, ചൂട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. കൂർക്കയ്ക്ക് നന്നായിട്ട് വളം ചെയ്യണം, എങ്കിൽ മാത്രമേ നല്ല വിളവെടുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് 2 വഴുതനയുണ്ടേ. അപ്പം ഞാൻ ഈ വഴുതനയൊന്ന് വിളവെടുത്തിട്ടേ, അത് പഴയ ചോട് വഴുതനയാണ്. അപ്പം നമുക്കതിന് തക്കാളിയെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുവാണ്. ചെടി അത് പഴയ ചെടിയാണ്. ഇത് നമുക്കൊന്ന് മുറിച്ച് വിടുവാണെങ്കിലേ, അതേ ഇവിടെ ഉണ്ട് കണ്ടോ, മുറിച്ച് വിടുവാണെങ്കിൽ ഈ തരത്തിലുള്ള വഴുതന പോലുള്ളത് മണ്ണിലാണെ പ്രത്യേകിച്ച് കേട്ടോ, നല്ല കുറച്ചൊരു 1 അടി ഉയരത്തിൽ വെച്ചിട്ട് മുറിച്ച് വിടണം. എന്നിട്ട് ചോട്ടിൽ നല്ലോണം വളം കൊടുത്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ആ ചെടി വെച്ച് പിടിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിളവിനേക്കാൾ കൂടുതൽ വിളവ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് വളം കൊടുത്തു കഴിയുമ്പം പിന്നെ അത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ഈ മഴക്കാലത്താണേ. അപ്പം മഴക്കാലത്ത് വരുമ്പോൾ അവർക്ക് ശക്തമായ വളർച്ചയും കിട്ടും. 1 കത്രിക്കായും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നതാണേ. ഇത് ഇവിടെ ഉണ്ട് കണ്ടോ. ഇതിനെ നമുക്ക് ശകലോടെ വളർന്നു കഴിയുമ്പം വേണം താഴേക്കാക്കി കൂടിട്ട് കൊടുക്കണം. നമ്മൾ അന്ന് ചെറുതായിട്ട് കണ്ടോ, ഇല വന്നില്ല എന്ന് പറഞ്ഞ് കാണിച്ച മത്ത കണ്ടോ, അപ്പം നന്നായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് നിലത്തൂടെ പടർത്താനുള്ള സൗകര്യക്കുറവ് കാരണം മുകളിലോട്ട് കമ്പ് കെട്ടി അല്ലെങ്കിൽ കയറ് കെട്ടി കമ്പ് കുത്തിയോ മുകളിലോട്ട് കയറ്റി വിടുക ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ടുപിടിപ്പിച്ച പാവലാണേ. കഴിഞ്ഞ ദിവസം നമ്മളിത് നട്ടുപിടിപ്പിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാവലിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചതാണേ. അപ്പോൾ ആർക്കെങ്കിലും പാവലിൻ്റെ വിത്തുകൾ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു തരാം. പാവൽ മാത്രമല്ല, ഏകദേശം നമ്മുടെ അടുക്കളത്തോട്ടത്തിന് ആവശ്യമായ എല്ലാ പച്ചക്കറികളും, അതുപോലെ ബന്ദി നല്ല മഞ്ഞ നിറത്തിലുള്ള വലിയ ബന്ദിയും ഓറഞ്ച് നിറത്തിലുള്ള വലിയ ബന്ദിയും, ആ 2 ഇനം ബന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എവിടെയെങ്കിലും വെള്ള ബന്ദി ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ അത്തപ്പൂക്കളം ഒന്നും ഇടാൻ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് മഞ്ഞ ബന്ദിയും ഓറഞ്ച് ബന്ദിയുമാണ്. ഇനി വെള്ള വേണമെന്നുണ്ടെങ്കിൽ ഞാനത് എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ശരിയാക്കി തരാം. അപ്പോൾ നമ്മുടെ പാവലൊക്കെ ദേ കിളുത്ത് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ അന്ന് നമ്മൾ 2 തലപ്പ് മധുരക്കിഴങ്ങ് നട്ടതാണേ. നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വള്ളി ഇങ്ങനെ ഇതിനകത്തുനിന്ന് നീണ്ടു വരുമ്പോൾ എനിക്ക് പറ്റുന്നതെന്ന് പറയുന്നത് മുകളിലോട്ട് കയറ് കയറ്റി കൊടുക്കുക എന്ന് മാത്രമാണ്. അപ്പം നിങ്ങളിത് ഇത്തരത്തിൽ, ഞാനിത് ആദ്യമായിട്ടാണ് ഈ മധുരക്കിഴങ്ങ് നട്ട് വളർത്തുന്നത്. അപ്പം സാധാരണ ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്തുന്നവർ എന്താണ് ഇതിൻ്റെ വള്ളി വിഷമം ചെയ്യുന്നത് എന്നെനിക്ക് അറിയാവുന്നവരൊന്ന് മെസ്സേജ് ഇടാൻ മറന്നു പോകരുതേ. നമുക്കിത് ഇത്രയും വിളവ് കിട്ടി. ഓണത്തിൻ്റെ ഉദ്ദേശത്തിന് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ പീച്ചിൽ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. ഇതേ ഒരു മത്തങ്ങ ഉണ്ടാകുന്നുണ്ടോ. ഇത് ഒക്കുവാണെങ്കിൽ നമുക്ക് ഓണത്തിന് വിളവെടുക്കാനായിട്ട് കിട്ടും. ഇതിനെ കവർ ഇടണം ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ കായ്ച്ച കുത്തും. കായ്ച്ചക്കണികൾ ഞാനിവിടെ പല സ്ഥലങ്ങളിലായി കെട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ. ഇതുണ്ടോ, പീച്ചിലൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ പീച്ചിലുണ്ട്, മുളകുണ്ട്, അത്യാവശ്യത്തിന് തക്കാളിയുണ്ട്, ഒക്കെയുണ്ട്. ഇതുപോലൊക്കെ നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ ഞാൻ പറയുന്നതിനനുസരിച്ച് മാസാമാസത്തിലുള്ള കൃഷികളും അതുപോലെ ഓണത്തിന് ഇന്നത് നടണം ഞാനിവിടെ കാണിക്കുമല്ലോ. അപ്പോൾ അതിനോട് ചേർന്ന് 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്കും നല്ല വിളവ് കിട്ടും. അപ്പോൾ ആരും മടി പിടിച്ചിരിക്കാതെ ഓണത്തിനുള്ള കൃഷികൾ ചെയ്തു തുടങ്ങണം.
ഇനി നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ഒരു 10-40 ദിവസം ഏകദേശം വരുന്നുണ്ട് ഓണത്തിന് കേട്ടോ. അപ്പൊ ഈ പാവലും തക്കാളിയും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടും, പച്ചമുളകും ഒക്കെ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ ആരും മടി പിടിക്കാതെ അതൊക്കെ ചെയ്തു തുടങ്ങണം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.